നമസ്കാരം, വെൽക്കം ടു ഈസ്റ്റേൺ രുചിയോണം പവർഡ് ബൈ മൈ ജി ഫ്യൂച്ചർ. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് വായിച്ച് ഞാൻ അങ്ങനത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള നമുക്കേറെ സുപരിചിതയായ ഒരു ഫേമസ് സെലിബ്രിറ്റിനെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു വലിയ സംഗീത കുടുംബത്തിന്റെ മരുമകളായി വന്ന് അമൃത ടിവിയുടെ സ്വന്തമായി മാറിക്കഴിഞ്ഞ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ഗായകൻ MG ശ്രീകുമാർ സാറിന്റെ സ്വന്തം ലേഖ ശ്രീകുമാർ. ഹലോ ചേച്ചി, നമസ്കാരം. നമസ്തേ. നമസ്തേ. നല്ല സുന്ദരിയായിട്ടുണ്ട്. നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ ചേച്ചി. ഒരു പെടി മുകളിൽ നല്ല ബ്രൈറ്റ് സാരി. ഓണമൊക്കെ അല്ലേ? യെസ്, കണ്ണ് കിട്ടാതെ ഇരിക്കട്ടെ. ചേച്ചി, പ്രേക്ഷകർക്കായിട്ട് ഏത് വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? പൈനാപ്പിൾ. അതിനെ പച്ചടി എന്ന് പറയും, ചില ആൾക്കാര് കിച്ചടി എന്ന് പറയും, അല്ലെങ്കിൽ മധുരമുള്ള പൈനാപ്പിൾ കറി എന്ന് പറയും. എന്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടമുള്ള. ഓ, അപ്പൊ MG സാറിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ് തന്നെ ആയിട്ടാണ് ചേച്ചി ഇന്നത്തെ ഒരു ദിവസം വന്നിരിക്കുന്നത്. ചേച്ചി, അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തിയാലോ? ഓക്കെ. പൈനാപ്പിൾ, ശർക്കര, നേന്ത്രപ്പഴം, തൈര്, തേങ്ങ, ഇത് നെയ്യ്, ഉപ്പ്, ജീരകം, പിന്നെ താളിക്കാൻ പച്ചമുളക്. ഈ മുന്തിരി എന്തിനാ ചേച്ചി? അത് ഗാർണിഷ് ചെയ്യാം. അപ്പൊ നമുക്ക് പാചകത്തിലേക്ക് കയറിയാലോ? ഓ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് പാത്രം വെച്ചു, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പൊ ചേച്ചി ഫസ്റ്റ്ലി പൈനാപ്പിൾ ഇട്ടു. ഏത്തപ്പഴം. യെസ്. ഈസ്റ്റേന്റെ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ പൈനാപ്പിൾ പച്ചടിക്ക് ചേർക്കുന്നത്. തിളക്കട്ടെ, അത് വേവണം. യെസ്. അപ്പൊ കുറച്ച് പൈനാപ്പിൾ ചേച്ചി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാണ്. അപ്പൊ ഇതിന് എപ്പോഴാ ചേർക്കണ്ടേ ചേച്ചി? ഇത് വെന്ത് വരട്ടെ. ചേച്ചിയാണെങ്കിൽ ലോകം മുഴുവൻ സഞ്ചരിച്ചിരിക്കുന്ന വ്യക്തി. എനിക്ക് ഇനി പോകാത്ത സ്ഥലം ഇനി ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ലോകം മുഴുവനൊന്നുമല്ല. നമുക്ക് രണ്ടുപേർക്കും ട്രാവൽ ഇഷ്ടമാണ്. ഓക്കെ ചേച്ചി, നമ്മുടെ പൈനാപ്പിൾ എന്താ? അത് വേവട്ടെ. കുറച്ച് വയസ്സായ പൈനാപ്പിൾ ആണെന്ന് തോന്നുന്നു. കുറച്ച് വയസ്സായ പൈനാപ്പിൾ ആയതുകൊണ്ട് വേവാൻ ടൈം എടുക്കുന്നു. ഓക്കെ. ഈസ്റ്റേൺ രുചിയോണം പവർഡ് ബൈ മൈ ജി ഫ്യൂച്ചറിൽ നമ്മുടെ സ്വന്തം ലേഖ ചേച്ചി നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. വെന്തോ? ഓക്കെ. ഇനി എന്താ ചേച്ചി? നമുക്ക് ഇതൊന്ന് അതിലോട്ട് പോയി. ഇപ്പൊ തേങ്ങ, അല്പം ജീരകം ചേർത്ത് നമ്മൾ ഇനി ഒരു അരപ്പ് തയ്യാറാക്കുകയാണ്. പിന്നെ അരപ്പ് ചേർക്കാം അല്ലെ? അതിനു മുമ്പ് അല്പം ശർക്കര. ഓ, അരപ്പ് ചേർക്കുന്നതിന് മുന്നേ അല്പം ശർക്കര. മധുരം വേണ്ടേ? കുറച്ച് മധുരത്തിന്. ഓക്കെ. ഇനി എന്താ ചേർക്കണേ? അല്പം നെയ്യ്. അതിന് ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. ഓക്കെ ഓക്കെ. ഒന്നും കൂടെ ഒന്ന് പ്രേക്ഷകർക്ക് ഇത്ര സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞു കൊടുക്കൂ ചേച്ചി. പൈനാപ്പിള്, മഞ്ഞപ്പൊടി, ഉപ്പ്, നേന്ത്രപ്പഴം, അല്ല നിങ്ങളുടെ എന്തോ ഏത്തപ്പഴം നല്ലതായിട്ട് വേവിക്കണം. പൈനാപ്പിളിന്റെ ലേശം കുറച്ചെടുത്തിട്ട് ഒന്ന് അടിച്ച് മിക്സ് ചെയ്യുക. അല്പം ശർക്കര, പിന്നെ നെയ്യ്, പച്ചമുളക്. 2 പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ചേച്ചി എടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഒരു രൂപരേഖയായിട്ടുണ്ട്. ഇനി എന്താ? വറുകല്, വെളിച്ചെണ്ണ. ഇത് താളിക്കാനുള്ളതാണ്. അപ്പൊ കടുക് പൊട്ടിക്കാൻ പോവാണ്. പച്ചമുളക്, കറിവേപ്പില. ഓക്കെ. ഇത് ലാസ്റ്റ് സ്റ്റെപ്പ് അല്ലേ ചേച്ചി? ഇനിയുണ്ടോ സ്റ്റെപ്പുകളൊക്കെ? അതിനു മുമ്പ് തൈര് ഒഴിക്കണം. ഓക്കെ. ഇനി പൈനാപ്പിൾ പച്ചടിയിലേക്ക് താളിച്ചത് ചേർക്കാൻ പോവാണ്. ഇതിന്റെ ടേസ്റ്റ് ഒന്നും ഞാൻ നോക്കിയില്ല, മധുരം എത്രയാണ് അല്ലെങ്കിൽ അതിന് ഉപ്പുണ്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ ചേച്ചി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഉപ്പുണ്ടോ മധുരം ഉണ്ടോ? ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഇതെല്ലാം. കുറച്ചുകൂടെ മധുരമാകാം. കുറച്ചും കൂടെ ശർക്കര. ഓക്കെ. കുറച്ചുപ്പിടാം. ഈസ്റ്റേൺ രുചിയോണം പവർഡ് ബൈ മൈ ജി ഫ്യൂച്ചറിന്റെ 4ാം ദിവസത്തിലെ 4ാമത്തെ ഐറ്റം നമ്മുടെ ലേഖ ചേച്ചി പ്രിപ്പയർ ചെയ്ത പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വാഴയിലേക്ക് സെർവ് ചെയ്താലോ? പിന്നെ തീർച്ചയായിട്ടും. രുചിയോണം നാവിൽ തിരമേളം, തിരുവോണം വരെയും പലമേളം.
സാധാരണ ഈ എല്ലാ സദ്യയും ഉണ്ടാക്കി കഴിയുമ്പോ ഒരു തുളസി മനസ്സിൽ ധ്യാനിച്ചിട്ട് അതിൽ വയ്ക്കുന്നു ഭഗവാന് വേണ്ടി. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പിന്നെന്താ, മുന്തിരിയും പൈനാപ്പിളും കൂടെ ചേർത്ത് പ്രേക്ഷകർക്ക് കുറച്ചങ്ങ് കൊടുത്ത് ഞാൻ കഴിക്കാണ്. ഇത് മുന്തിരിയുടെ ഇതും പൈനാപ്പിളിന്റെ മധുരവും എല്ലാം സെറ്റ് പൊളി. ഇപ്പൊ ചേച്ചി, നമ്മുടെ അമൃത ടി വി പ്രേക്ഷകരോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? കാരണം ചേച്ചി ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പറാണ്, അമൃത ടിവിയുടെ സ്വന്തമാണ്. അപ്പൊ പ്രേക്ഷകരോട് എന്താണ്? എല്ലാ പ്രാവശ്യത്തെ പോലെയും സമ്പൽ സമൃദ്ധമായൊരു ഓണവും സന്തോഷകരമായൊരു ഓണവും പ്രശ്നങ്ങളില്ലാത്ത ഒരു ഓണവും ഉണ്ടാകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ചെറിയൊരു സ്നേഹ സമ്മാനം ഈസ്റ്റേന്റെ വക ഒരു സ്മോൾ ഗിഫ്റ്റ് ആണ്. ഇതിനകത്ത് കുറെ വലിയ വലിയ ഗിഫ്റ്റുകളുണ്ട്. അപ്പൊ ഈസ്റ്റേൺ ഈ ഓണവും മധുരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ ചേച്ചി, അപ്പൊ അടുത്ത എപ്പിസോഡിൽ നല്ല അടിപൊളി ഗസ്റ്റ് ആയിട്ട് വീണ്ടും ഈസ്റ്റേൺ രുചിയോണം പവർഡ് ബൈ മൈജി ഫ്യൂച്ചറിൽ ഞാൻ എത്തുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാരും കാണാൻ മറക്കരുത്. അമൃത TV ഓണം വന്നേ. രുചിയോണം അമൃതതൻ രുചിമേളം.